ഇന്ന് ഒരു ഞായറാഴ്ച ആട്ടോ. രാവിലെ എണീക്കാൻ വൈകിയതോട്ട് തന്നെ പള്ളിയിൽ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അപ്പയുടെ കയ്യിൽ നിന്ന് നല്ല ചീത്ത കേട്ട എൻ്റെ ആഫ്റ്റർ എഫക്റ്റിലാണ് ഈ ഇരിക്കുന്ന ഇരിപ്പ്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് എൻ്റെ കണ്ണൊരു ബ്രൗൺ പൂച്ചക്കണ്ണായിരുന്നു എന്നുള്ള കാര്യം തന്നെ ഡാർക്ക് സർക്കിൾ വന്നതിന് ശേഷം PCOD വന്നതിന് ശേഷം ഞാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഈ സൂര്യൻ്റെ അടിയിൽ പോയിട്ട് ഇങ്ങനെ നോക്കിയാൽ മാത്രമാണ് എനിക്കിപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണത്. അങ്ങനെ ഒറ്റ മൈൻഡുള്ള എൻ്റെ അപ്പേനെ അമ്മേനെയും വിളിച്ച് പൊക്കി ഞാൻ നമ്മളുടെ വീട് ആലുവ സൈഡാണ് കേട്ടോ. അപ്പോൾ അധികം ലോങ് ഒന്നും പോവാണ്ട് നമുക്ക് കോടനാട് ഏരിയ, കോടനാട്, മലയാറ്റൂർ, ഏഴാറ്റുമുഖ, മധുരംപള്ളി ആ ഒരു ഏരിയ പിടിക്കാൻ വിചാരിച്ചിട്ട് നമ്മൾ നേരെ കോടനാട് ഈ ഒരു കുറേ ആനകളും കുറേ മയില്, കുറേ മാൻ, അങ്ങനെ കുറേ സാധനങ്ങളുള്ള കുറേ മൃഗങ്ങളുള്ള ഈ ഒരു ഏരിയയിലേക്ക് വരാമെന്ന് വിചാരിച്ചു. ഈ ആനയുടെ പേര് സുനിത എന്ന് കേട്ടോ. സുനിതക്ക് 46 വയസ്സുണ്ടെന്ന്. എന്തായാലും അതിനുശേഷം ഞങ്ങൾ നേരെ ഇത് കോട്ടപ്പാറ ഉണ്ടോ. കോട്ടപ്പാറ എന്ന് വെച്ച് കഴിഞ്ഞാൽ തോമാസ് ലീഹയുടെ ഒരു വലിയ പാറപ്പുറത്തുള്ള പള്ളിയാണ്. ഈ ഗുഹയിൽ കൂടിയായിരുന്നു പണ്ട് തോമാസ് ലീഹ എങ്ങോട്ടോ പോയിട്ടുണ്ടായിരുന്നത്. കറക്റ്റായിട്ട് ഞാൻ വായിച്ചില്ല കേട്ടോ ഗൈസ്, സോറി. ഡിസ്ക്ലെയിമർ ഇവിടെ കൊടുക്കാം കേട്ടോ, ഇത് വായിച്ച് നോക്കിയാൽ മതി നിങ്ങൾ. എനിവേയ്സ് അതിൻ്റെ ആ പാറയുടെ മുകളിലുള്ള പള്ളിയാണ് ഇത് കേട്ടോ. നല്ല രസമാണ്. ഞാനിവിടെ എപ്പോഴും ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 5-6 പ്രാവശ്യം പോയിട്ടുണ്ടാവും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു സൺസെറ്റിൻ്റെയൊക്കെ ടൈം അനുസരിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രസമാണ്. ഉച്ചയ്ക്കൊന്നും ആരും കയറി പോകരുത്, നമ്മൾ കത്തിക്കരിഞ്ഞു പോകും ഗൈസ്. അങ്ങനെ നല്ലൊരു വ്യൂ പോയിന്റ് ആണ് കോട്ടപ്പാറ വ്യൂ പോയിന്റ് എന്നാണ് പറയുന്നത്. നല്ല ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു പള്ളിയാട്ടോ. സോ ഇവിടുത്തെ വൈബൊക്കെ അടിപൊളിയാണ്. അങ്ങനെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ നോക്കുകയാണ്. പിന്നെ എൻ്റെ അമ്മയ്ക്ക് എവിടെ പോയാലും എന്തെങ്കിലുമൊക്കെ പറിക്കണമല്ലോ. ഇത് ദന്തപ്പാലയുടെ വിത്താണ്. ദന്തപ്പാല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനൊക്കെ നല്ല എന്തിനൊക്കെ നല്ലതാണെന്ന് പറയും. ഇതൊക്കെ പറിക്കണ കണ്ടാൽ തോന്നും അമ്മ ഇതൊക്കെ ഇപ്പോൾ തന്നെ പരട്ടുമെന്ന്. ഒന്നും ചെയ്യില്ല. അങ്ങനെ അവിടെ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും തന്നെ ക്ലാസ് ഒക്കെ എടുത്തു കൊടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നു. അപ്പം